ആരോപണത്തിന് നെല്ല് എത്രയുണ്ട് പതിനെത്രയാണെന്നുള്ളത് കോൺഗ്രസ്സുകാർക്കും അറിയാം, കോവളത്തെ വോട്ടർമാർക്കും അറിയാം. വിൻസെൻറ്റ് പ്രത്യേകം പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. വിൻസെൻറ്റിന് അതിനുശേഷമാണ് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്ത്. ഈ തവണ വീണ്ടും വിൻസെൻറ്റ് കോവളത്ത് മത്സരിക്കുന്നു. വിൻസെൻറ്റിന് ഒരു പതിത്വവുമില്ല. പാവ എൽദോസിനാണ് പതിത്വം. എൽദോസ് കൊള്ളരാത്തവൻ, കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്തവൻ. ബാക്കി എല്ലാവരും എന്താണ് പരമയോഗ്യന്മാർ. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പോലെ ഏകപത്നി വ്രതക്കാരായിട്ട് കഴിയുന്നവരാണ് ബാക്കി എല്ലാ കോൺഗ്രസ്സുകാരും. ഇവ മാത്രം കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവൻ തല്ലിപ്പൊളി. അങ്ങനെ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഒരു കൊള്ളരാത്തവനായിട്ട് ചിത്രീകരിച്ച് പുറത്താക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി പുള്ളിയുടെ മുമ്പിൽ എന്താണ് വഴിയെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് മുമ്പിൽ പല വഴികളുമുണ്ട്. റിബലായിട്ട് മത്സരിക്കാം, നോമിനേഷൻ കൊടുക്കാൻ വേണമെങ്കിൽ ഇതുപോലൊരു ഭീഷണി മുഴക്കിയിട്ട് ഹൈക്കമാൻഡിനെയോ ലോ കമാൻഡിനെയോ ഒക്കെ സ്വാധീനിച്ച് എന്തെങ്കിലും പദവികൾ നേടിയെടുക്കാം. അതല്ലെങ്കിൽ വരാൻ പോണ സർക്കാരിൽ വാഴപ്പെട്ടി കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ സ്ഥാനം വേണമെങ്കിൽ പുള്ളി കൊടുക്കാമെന്ന് പറയാം.